നമസ്കാരം. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ മാത്രം വളർന്നിരിക്കുന്നു ട്രംപ്. പക്ഷേ അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കൊന്നും വഴങ്ങേണ്ട സാഹചര്യം ഇന്ത്യക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന വാദവും. ഭീഷണിക്ക് വഴങ്ങില്ല. ട്രംപിന്റെ കാലാവധി എന്ന് കഴിയുമോ അതുവരെ ഇന്ത്യ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അജിത് ഡോവൽ നൽകിയ മുന്നറിയിപ്പ് പുറത്തുവിട്ട് ബ്ലൂബർഗ് മുന്നോട്ട് വരുമ്പോൾ വ്യാപാര കരാറിലടക്കം ഉണ്ടാകാൻ പോകുന്ന വഴിത്തിരിവുകൾ എന്തൊക്കെയാകുമെന്നാണ് ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സഹായികളുടെയും ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ല എന്ന് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയുടെ നിലപാട് ഡോവൽ അറിയിച്ചത്. കടുത്ത നിലപാടുകളുമായിട്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ചർച്ചകൾക്കായി ട്രംപിന്റെ കാലാവധി തീരുന്നതുവരെ കാത്തിരിക്കുവാൻ മോദി സർക്കാർ തയ്യാറാണ് എന്ന് അദ്ദേഹം റൂബിയോയെ അറിയിക്കുകയും ചെയ്തു. ബ്ലൂംബർഗാണ് ഈ രഹസ്യ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക 50% താരിഫ് ചുമത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ട്രംപ് പരസ്യമായി വിമർശിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് ഓർക്കുക. ഇന്ത്യയെ പോലുള്ള ഒരു തന്ത്രപ്രധാന പങ്കാളിക്ക് എതിരെയുള്ള ഇത്തരം പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്നും ബന്ധം പഴയ രീതിയിലാക്കാൻ ട്രംപും സംഘവും നിലപാട് മയപ്പെടുത്തണമെന്നും അജിത് ഡോവൽ ആവശ്യപ്പെടുകയും ചെയ്തു. മുൻപ് പലപ്പോഴും അമേരിക്കൻ ഭരണകൂടങ്ങളിൽ നിന്ന് ശത്രുതാപരമായിട്ടുള്ള സമീപനം നേരിട്ടിട്ടുണ്ട് എന്നും അപ്പോഴൊക്കെ ആത്മസംയമനത്തോടെ പ്രതികരിച്ച ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് എന്നുകൂടി ഡോവൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നയതന്ത്ര നീക്കത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും അയഞ്ഞ നിലപാടുകൾ ഉണ്ടായത് എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് 18% കുറച്ചുകൊണ്ടുള്ള വ്യാപാര കരാർ ട്രംപ് പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാമെന്നും ഇന്ത്യ സമ്മതിച്ചതായിട്ട് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യ സർക്കാർ ഔദ്യോഗികമായിട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് പറയുവാൻ ട്രംപിന് കഴിയുക? ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അല്ലാതെ ഡൊണാൾഡ് ട്രംപ് അല്ല. ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലിന്റെ ആവശ്യമില്ല. ഇത് താങ്കളെ പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഇന്ത്യ തന്നെ താങ്കളോട് പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നാണമില്ലാത്ത മനുഷ്യനായതുകൊണ്ടായിരിക്കണം ഈ ട്രംപിനെ പോലുള്ള ഒരാൾ വീണ്ടും വീണ്ടും ഇന്ത്യയോട് കോർത്തുകൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ വിരട്ടലും വിലപേശലും ഒന്നും ഒരിക്കലും ഈ പറയുന്ന പോലെ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നടക്കില്ല. അതൊക്കെ ട്രംപിന് വെനിസ്വേലയിലോ അല്ലെങ്കിൽ ഗോട്ടിമാലയിലോ ഗ്രീൻലാൻഡിലോ ഒക്കെ വെച്ച് നടത്താൻ കഴിയുമായിരിക്കും. പക്ഷെ അതൊന്നും ഇന്ത്യയെ പോലൊരു ശക്തമായ രാജ്യത്ത് നടക്കില്ല. ഇന്ത്യയെ പോലൊരു രാജ്യത്തിലേക്ക് അത്തരത്തിലുള്ള നിങ്ങളുടെ വെല്ലുവിളികൾ നേരിടുവാൻ നിങ്ങൾ നടത്തുന്ന ആ രീതി എന്ന് പറയപ്പെടുന്ന അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും പ്രതിരോധിക്കാൻ കഴിവും ശക്തിയും ഊർജവുമുള്ളവരാണ് ഇന്ത്യക്കാരെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളെ വരുതിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനുള്ള ഒന്നാമത്തെ ഉദാഹരണമാണ്, നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തി താരിഫ് റേറ്റ് തന്നെ കുറയ്ക്കേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കില്ല അല്ലെങ്കിൽ എണ്ണ വ്യാപാരം നടത്തില്ല എന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഇന്ത്യ അത്തരത്തിൽ പറയുന്നുണ്ടോ? നിങ്ങൾ ഇന്ത്യക്ക് മേൽ ഇത്തരത്തിൽ ചുങ്കം ഏത് തരത്തിൽ വർദ്ധിപ്പിക്കുവാൻ നിന്നാലും അതിനെതിരെ ശക്തമായുള്ള നിലപാട് സ്വീകരിക്കുവാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് പലവട്ടം വിളിച്ചു പറയുകയും ചെയ്തില്ലേ? എന്നിട്ടും നിങ്ങൾ ഇതിനെതിരെ ഈ വ്യാപാര കരാറുകൾക്കുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ അത് ഇന്ത്യക്ക് മേൽ വച്ചുചാരി ഇന്ത്യയെ നിങ്ങളുടെ വരുതിയിലാക്കാമെന്ന് ശ്രമിക്കുന്നിടത്താണ് ഇന്ത്യയുടെ നയതന്ത്രം കുറച്ചുകൂടി പൊടിതട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് മറന്നു പോകരുത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സഹായികളുടെയും ഒക്കെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ല എന്ന് പലവട്ടം അജിത് ഡോവൽ എന്ന് പറയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ഇന്ത്യയുടെ. അദ്ദേഹം പലവട്ടം വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഇന്ത്യയുടെ നിലപാട് വളരെ ശക്തമായിട്ട് പറയുകയും ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാമെന്ന് ട്രംപ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, വെനിസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങണം, ഇനി നടക്കാൻ പോകുന്നത് അതാണ്, ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തലാക്കി എന്നൊക്കെ പറയാൻ താൻ ആരാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്ന ആരാണ്? നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ ലോകത്ത് ഏകദേശം 208 മുതൽ 213 വരെയുള്ള രാജ്യങ്ങളുണ്ട്. അവിടെ അത് ഭരിക്കുവാൻ തയ്യാറായിട്ട് അറിയാവുന്ന ജനാധിപത്യ വ്യവസ്ഥയിലൂടെയും അല്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും രാജാക്കന്മാരും ഒക്കെ ഉണ്ട്. അവർ ഭരിക്കും. അവർക്കറിയാം അവരുടെ രാജ്യത്തെ നോക്കാൻ. അതുപോലെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തി നോക്കാൻ കഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക.
ഇല്ലെങ്കിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് വലിയ മരണക്കിണറിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി അധികാരം കൈയാളാമെന്ന് ശ്രമിക്കുന്ന നിങ്ങൾ ഇറാനെയും മറ്റു രാജ്യങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തി നേട്ടം കൊയ്യാൻ നടത്തുന്ന പോലുള്ള പ്രവണത അത് ഇന്ത്യയിൽ നടപ്പിലായാൽ ഇറാൻ ഇത്രയൊക്കെ ക്ഷമിക്കുമായിരിക്കും, പക്ഷേ ഇന്ത്യ അത്രയൊന്നും ക്ഷമിക്കില്ല. പറഞ്ഞു തീരും മുമ്പ് അടി വീണിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ചാരമാക്കാൻ പോകുന്നത് അമേരിക്കയെ മാത്രമായിരിക്കില്ല, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്ന മരമണ്ടന കൂടിയായിരിക്കും.